Kerala and Karnataka, the glow of purity. പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും ശോഭിതം കാസർകോട്ടെ രാജകുമാരൻ ഉണ്ണിത്താനി അഭിവാദ്യങ്ങൾ ഡിസിസിയുടെ അഭിവാദ്യങ്ങൾ ഉണ്ണിത്താനി നേതാവേ ധീരതയോടെ നയിച്ചോളൂ ജനലക്ഷങ്ങൾ പിന്നാലെ അഭിവാദ്യങ്ങൾ ഉണ്ണിത്താനിക്ക് അഭിവാദ്യങ്ങൾ ജനപ്രിയ നായകന് അഭിവാദ്യങ്ങൾ ഡിസിസിയുടെ അഭിവാദ്യങ്ങൾ ഒരാൾ ജയിക്കണമെങ്കിൽ സുരേന്ദ്രൻ ജയിക്കണം, എം ടി രമേശ് ജയിക്കണം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കണം, അല്ലെങ്കിൽ വി മുരളീധരൻ ജയിക്കണം. ഇവരൊക്കെയാണല്ലോ BJP എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഈ കൊടിയും പിടിച്ച് നടക്കുന്നത്. സുരേഷ് ഗോപി എപ്പോഴെങ്കിലും ഈ കൊടി പിടിച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പത്മനാഭ വേണുഗോപാൽ BJPയിലേക്ക് പോയതുകൊണ്ടാണ് കോൺഗ്രസ് ജില്ലയിൽ 3ാം സ്ഥാനത്തേക്ക് പോയെന്നാണ് BJP പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. കെ മുരളീധരൻ, എം ടി രമേശ് തോറ്റു. BJPയുടെ പേരിൽ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ ആളുകളും പരാജയപ്പെട്ടു. സുരേഷ് ഗോപി ഒന്നും ഞങ്ങളൊരു രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു കലാകാരനാണ്, ഭരത് അവാർഡ് നേടിയ ആളാണ്. അദ്ദേഹം പണ്ട് SFI ആയിരുന്നു, പിന്നെ കെ കരുണാകരനുള്ള ബന്ധം കൊണ്ട് കുറേ കാലം കോൺഗ്രസ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒരു രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തു. ആ നോമിനേറ്റ് ഇപ്പോൾ PT ഉഷയെ നോമിനേറ്റ് ചെയ്ത പോലെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തൃശ്ശൂർ പരാജയപ്പെട്ടു. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ അദ്ദേഹം അതിനുശേഷം കോൺസെൻട്രേറ്റ് ചെയ്തു. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വിജയമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതൊരു കോൺഗ്രസ് മുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ കമൻറ്റുകൾക്ക് മറുപടി പറയുന്നത് തന്നെ മോശമാണ്. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എന്തായാലും BJPയുടെ കുറേ നേതാക്കന്മാർ മത്സരിച്ചല്ലോ. ഏതെങ്കിലും ഒരാൾ ജയിച്ചോ? ഇവിടെ പ്രധാനമന്ത്രിയുടെ 2 വിശ്വസ്തരായ കേന്ദ്രമന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, 2 വി മുരളീധരൻ. 3 അവരുടെ നാഷണൽ കൗൺസിൽ നേതാവെന്ന് പറയുന്ന ശ്രീമതി ശോഭാ BJPയിലേക്ക് പോകും.
ഒപ്പം കെ മുരളീധരൻ BJP പോയാൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് കെ സുരേന്ദ്രന്റെ കണ്ടെത്തൽ. സുരേന്ദ്രനൊക്കെ മറുപടി പറയേണ്ട കാര്യമുണ്ട്. കാര്യം ഇത്രയും വർഷമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാണ്. അപ്പോൾ BJP-ക്കാരുടെ വിശ്വാസ്യത പിടിച്ചു വെച്ചാൽ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ആ പുത്തനച്ചി പുരപ്പുറം തൂത്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവിടെ ചെന്ന് ഇത്രയും നാള് കഴിഞ്ഞ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കത്തില്ലെന്ന് പരസ്യമായി പറഞ്ഞ ക്ലിപ്പിംഗ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതെടുത്ത് കാണിച്ചാൽ മതി. അപ്പോൾ അവരിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെവിടെ നിൽക്കുന്നു ആ ഭാഗത്തിന് വേണ്ടി ശക്തമായി പ്രതികരിക്കും. ഇനി കുറേ നാൾ BJP അത് കഴിഞ്ഞാൽ അത് വിടുമ്പോൾ അടുത്ത എവിടെയാണോ പോകുന്നത് അതിന് പ്രതികരിക്കും. മുരളീധരൻ ഒരു കാരണവശാലും പോവില്ല. മുരളീധരനെ എനിക്കറിയാവുന്ന ഒരാൾക്കും അറിയത്തില്ലല്ലോ. മുരളീധരൻ്റെ രാഷ്ട്രീയ പ്രവേശനം സേവാതിൽ നിന്നാണ് മനസ്സിലായോ. ഞാൻ പറയുന്നു അയാൾ ഒരു കാരണവശാലും BJP പോവില്ല. ഈ ജന്മം പോവില്ല, അടുത്ത ജന്മം എനിക്ക് പറയാൻ പറ്റില്ല. BJP-യിലെ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി അതപ്പതിച്ചിരിക്കുന്നു. മാത്രമല്ല നിങ്ങൾക്കറിയാമല്ലോ, നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മൊത്തം അതിശക്തമായി മുഖത്തോട് മുഖം പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ DNA നിലമ്പൂരിലെ ഒരു MLA അയാൾ പറഞ്ഞ വിവരദോഷമാണ്. അപ്പോൾ എന്താ പിണറായി വിജയൻ ചെയ്യുന്നത്? ആ വിവരദോഷിയായ MLA തിരുത്തണം. മോട്ടിലാൽ നെഹ്റുവിൻ്റെ അതിൻ്റെ DNA ചോദ്യം ചെയ്ത അതിനെ പ്രോത്സാഹിപ്പിച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയൻ നരേന്ദ്രമോദിയെല്ലാം ആക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി ഇയാൾ നരേന്ദ്രമോദിയുടെ ഒരു രണ്ടാം പതിപ്പാണെന്ന്. അതുകൊണ്ടാണ് ഇത്ര ദയനീയമായ പരാജയം അവർക്ക് കേരളത്തിൽ സംഭവിച്ചത്. മാത്രമല്ല BJP-യുടെ വോട്ട് പരിശോധിച്ച് നോക്കിയോ, കാസർഗോഡ് അടക്കം മുഴുവൻ സ്ഥലത്തും എവിടെയൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞ അവിടെ എല്ലാം BJP-ക്കാണ് വോട്ട് കൂടുതൽ. അത് കോൺഗ്രസിന്. കേരളത്തിലെ ഇപ്പോൾ കരിമണ്ണൂർ മന്ത്രി അടക്കം അഴിമതിയുടെ കരിനിഴലാണ്, തട്ടിപ്പിന്റെ കരിനിഴലാണ്. അപ്പോൾ ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ PK ഫൈസൽ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞു, എന്നെ പരാജയപ്പെടുത്താൻ പോലും ഈ ഫണ്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. കോടികളുടെ തട്ടിപ്പല്ലേ നടത്തി. കേരളത്തിലെ പോലീസും അയാളുമായിട്ട് കള്ളനും പോലീസല്ലേ കളിച്ച്. എന്താണ് ഇത്രയും പിടിക്കാൻ വൈകിയത്? അപ്പോൾ ഈ ഭരണം അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഭരണമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ കൊള്ളയടിക്കുന്ന ഭരണമാണ്. ഇത് കുറേ അധികം നേതാക്കന്മാർ തടിച്ചു കൊടുത്തു. ഈ ഭരണത്തിൻ്റെ 8 വർഷത്തെ ഭരണത്തിൻ്റെ കീഴിൽ പാവപ്പെട്ട പ്രവർത്തകൻ ഇപ്പോഴും കൊടി പിടിക്കുക. രാജാവ് എങ്ങനെയാണോ പ്രജകൾ അങ്ങനെയാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്രട്ടറി ആയിരുന്ന IT സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ എത്ര നാൾ ജയിലിൽ കിടന്നു? കള്ളക്കടത്ത്, അതുപോലെ തന്നെ പിന്നെ ED-യുടെ അന്വേഷണം. ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറഞ്ഞ ആരോപണം അന്തരീക്ഷിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലയോ? കരിമണൽ ഖനക്കാരെ ഇന്ന് വാങ്ങിച്ച മാസപ്പടിയെക്കുറിച്ച് മുഖ്യമന്ത്രി ആരോപണ വിധേയനാണ്. അപ്പോൾ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ശരശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അടിമ നടത്തിയാൽ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ BJP ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ്. ആ ശ്രമിക്കുന്ന നീക്കങ്ങൾക്ക് തടയിടണമെങ്കിൽ സംശുദ്ധമായൊരു സംസ്കാരം സഹകരണ മേഖലയിൽ നിലനിർത്തണം. പിണറായി കുഴിച്ച കുഴിയിൽ വീണല്ലോ. ഈവൻ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ പോലും BJP-ക്കാണ് മാർക്സിസ്റ്റുകാർ വോട്ട് ചെയ്ത്. അപ്പോൾ അന്ധമായ കോൺഗ്രസ് വിരോധം മാർക്സിസ്റ്റ് പാർട്ടിക്ക്. കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ BJP ശ്രമിക്കുന്നു. അതുകൊണ്ട് ആ BJP-യുടെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കാനാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജോലി കോൺഗ്രസിനെ തകർക്കുക, കൂടെ നിന്ന് തകർക്കുക. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ കോൺഗ്രസിനെ തകർക്കാൻ എന്തെല്ലാം ചെയ്യാവോ ചെയ്തില്ലേ? അതാണിപ്പോൾ കണ്ടത്. അതുകൊണ്ടാണ് ഇത്തവണ അവരും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മുഖാന്തരം യവന്മാർ തടിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് കുത്തത്തില്ല, BJP-ക്ക് കുത്തി. എന്ന് വെച്ചാൽ അത്ര കണ്ട് പ്രതിഷേധമുണ്ട്. ഞങ്ങളോട് BJP-ക്കാന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു കുത്തിയില്ലേ. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് അടിസ്ഥാന വകുപ്പുകൾ പ്രകാരമായി കുറ്റം ചുമത്തിയിട്ടില്ല. അങ്ങനെ പല 40 വട്ടം പറയുന്ന ആളല്ലേ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ആഭ്യന്തരം, ക്രൈംബ്രാഞ്ച്, ഇന്റലിജൻസ്, ലോക്കൽ പോലീസ്. അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കുമെതിരെ ആരോപണം ഉയർന്നു വരുമ്പോൾ നിഷ്പക്ഷമായി, നീതിപൂർവമായി, സുതാര്യമായി അന്വേഷണം നടക്കണമെങ്കിൽ അദ്ദേഹം തന്നെ പറയണം, ഞാൻ ഈ അന്വേഷണം കേന്ദ്ര ഏജൻസി കൈമാറുന്നു.
എൻ്റെ കൈകൾ പരിശുദ്ധമാണ്, എൻ്റെ മടിയിൽ ഖനമില്ല. അതുകൊണ്ട് മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് പറയേണ്ട ഒരു മുഖ്യമന്ത്രി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് താൻ തന്നെ അന്വേഷിച്ച പോലെയാണ് തൻ്റെ അനുയായികളെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ച് തൻ്റെ സേനയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. CBI ഏൽപ്പിക്കണം, അതുപോലെ ED ഏൽപ്പിക്കണം. കാരണം നോട്ട് നിരോധനം നടക്കുന്ന കാലത്ത് സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രസ്താവന നടത്തി. ഈ കള്ളപ്പണം മൊത്തം ിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ കലാപം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ജയിച്ച MP-മാരൊക്കെ ഞങ്ങളോടൊപ്പം ചേരാൻ വന്നിരിക്കുകയാണ്. ഞാൻ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോ, ഈ ഗവൺമെന്റിന് 1 വർഷത്തെ ആയുസേ ഉള്ളൂ. അതിനു മുമ്പ് ആ 1 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ രാഹുൽ ഗാന്ധി വന്നിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ. കൂടി അതിന് മലയാളത്തിൽ ചൊല്ലുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി. ആ വിപരീത ബുദ്ധി കുറച്ചു കാലമായി. ഇപ്പം എന്ത് പറ്റി? കോട്ടയം പാർലമെന്റ് പോയി, പാലാ അസംബ്ലി പോയി, ഇനി രാജ്യസഭയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറംപോക്കിൽ കിടന്ന് തെണ്ടേണ്ട സ്ഥിതിയാണ്. അതുകൊണ്ട് ജോസ് കെ മാണിയെപ്പോൾ ആളുകൾ ഒരു പുനർചിന്തനം നടത്തണം. ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ പുനരേകീകരണത്തിന് സമയമായി. കാരണം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇനി നടക്കത്തില്ലോ. ഇനി നരേന്ദ്രമോദി ഗ്യാരണ്ടി പറയണമെങ്കിൽ എൻ്റെ ഗ്യാരണ്ടി, മോഡിയുടെ ഗ്യാരണ്ടി മാറ്റണം. നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ബാബു നായിഡുവിൻ്റെയും ഗ്യാരണ്ടി. ആരോപണത്തിന് മറുപടി പറയാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കള്ളപ്പണത്തിൻ്റെ ഒളിപ്പിക്കൽ ഉറവിടം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ, ആ ബാധ്യത അദ്ദേഹം നിറവേറ്റാൻ തയ്യാറാണെങ്കിൽ അന്വേഷണം കേന്ദ്ര ഏജൻസി കൈമാറണം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും ശോഭിതം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും ശോഭിതം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ.
പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം. ഇടനെഞ്ചകത്തിലെന്നും അഴകൂടെ ശോഭിതം. ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ. കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം. ഇടനെഞ്ചകത്തിലെന്നും അഴകൂടെ ശോഭിതം. ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ. കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പള്ളിമണിയിടട്ടെ. കനവുണരും ദിനമല്ലേ പള്ളിമണിയും മുച്ചത്തിപ്പെണ്ണിൻ മനം അഭിമാനപൂരിതം. പെണ്ണഴകിനമിഴിവേകി എന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. City Gold, Gold and Diamonds, Kerala and Karnataka. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനമിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. City Gold, Gold and Diamonds, Kerala and Karnataka. അവധിക്കാലം കഴിഞ്ഞു. വീണ്ടും സ്കൂളിലേക്ക്. കൂട്ടുകാരുമൊത്ത് ആടിത്തിമിർക്കാൻ, പാടിക്കളിക്കാൻ, അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ. വീണ്ടും ഒരധ്യയന വർഷം കൂടി. പുതിയ ആളുകൾ, പുതിയ സൗഹൃദങ്ങൾ. സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി. പക്ഷേ ലഹരിയുടെ ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട്. അവരെ തിരിച്ചറിയണ്ടേ? അവരെ ഇല്ലാതാക്കേണ്ടേ? ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന, എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ, നമ്മുടെ കൂട്ടുകാരെ, അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കണ്ടേ? വിളിക്കാൻ മടിക്കണ്ട. ഒരു സുഹൃത്തിന്റെ കരുത്തോടെ, ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ, ഒരു അധ്യാപകന്റെ കരുതലോടെ,
കേരള എക്സൈസ് എന്നും നിങ്ങളോടൊപ്പം. ഒരു വിളിപ്പാടകലെ. വിളിക്കേണ്ട നമ്പർ 9447178000. 9061178000. ടോൾ ഫ്രീ നമ്പർ 14. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് നടക്കും പുലിയപ്പാറ് അക്രിയറിയും എളുപ്പ പോലെ സുട്ടരിക്കും വിഴിയപ്പാറ് രക്തം വേർവൈ രണ്ടും കൊണ്ട് രാജാംഗത്തിൻ അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ. അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം.